ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു വ്യക്തിക്ക് നമ്മൾ പാസ്പോർട്ടിന്റെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തു കൊടുത്തതിന് ശേഷം ആ വ്യക്തിക്ക് ആ ഡേറ്റ് മാറ്റണമെന്ന് തോന്നുകയാണെങ്കിൽ അതെങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അസൗകര്യം കാരണം ആ ഒരു ദിവസം പോകാൻ പറ്റിയിട്ടില്ല എങ്കിൽ നമുക്ക് എങ്ങനെ പുതിയ ഡേറ്റ് എടുത്ത് കൊടുക്കാം എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് ഐ ഡി ഉപയോഗിച്ചിട്ടാണോ ലോഗിൻ ചെയ്തത് ആ ഒരു ഐ ഡി തന്നെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്തിട്ട് ഇവിടെ ലോഗിൻ ചെയ്യുക എന്നുള്ളതാണ്. സെയിം ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്ത ശേഷം ഐ ഡി പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്ത ശേഷം ഇവിടെ സേവ്ഡ് ആൻഡ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ ഉള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ആളുടെ പേരുകൾ ഇവിടെ കാണിക്കും. അതിന് പേയ്മെന്റ് സ്റ്റാറ്റസ് സക്സസ് കാണിച്ചിട്ടുണ്ടാവും, അപ്പോയിന്റ്മെന്റ് ഡേറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ടാവും. സോ നമ്മൾ ആ ഒരു വ്യക്തിയുടെ ഐ ഡി സെലക്ട് ചെയ്യുക. അതിനുശേഷം പേയ്മെന്റ് ആൻഡ് അപ്പോയിന്റ്മെന്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പേ ആൻഡ് ഷെഡ്യൂൾ പേയ്മെന്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് റീഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമുക്ക് 2 അറ്റംപ്റ്റുകളാണ് ലെഫ്റ്റ് ഉള്ളത്, ബാക്കിയുള്ളതെന്ന് കാണിക്കും. ഓക്കെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലൊക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ആ ഒരു ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഭാഗത്തോട്ട് പോവുക. അതിനുശേഷം നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഡേറ്റ് ഏതാണോ അവർക്ക് വീണ്ടും ആവശ്യമുള്ളത് ആ ഒരു ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് ബുക്ക് അപ്പോയിന്റ്മെന്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് ഇതിന്റെ ഒരു സ്ലിപ്പ് ലഭിക്കുന്നതാണ്. ആ സ്ലിപ്പ് ഉപയോഗിച്ചിട്ട് വീണ്ടും അടുത്ത ഡേറ്റിൽ അവർക്ക് പോകാനായിട്ട് സാധിക്കുന്നതാണ്.